വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവിശ്വംശയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 11, 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അത്തിവൃക്ഷത്തെ ശപിക്കുന്നു. അടുത്ത ദിവസം അവർ ബഥനിയായിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അടുത്തു ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനിയൊരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവന്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. ഉപയോഗശൂന്യത നാശത്തെ വിളിച്ചു വരുത്തുന്നു. യേശുവിന്റെ ദർശനം. യൂസ്ലെസ്നെസ് ഇൻവൈറ്റ്സ് ഡിസാസ്റ്റർ. ഉപയോഗശൂന്യത നാശത്തെ വിളിച്ചു വരുത്തും എന്ന ആശയം യേശുവിന്റെ തന്നെ ചിന്താരീതിയുടെ ഒരു ഭാഗമായിട്ട് വേണം കരുതാൻ. യേശു തലേ ദിവസം തന്റെ ആധികാരികവും തനിമയാർന്നതുമായിട്ടുള്ള ജെറൂസലം പ്രവേശനത്തിന് ശേഷം രാത്രിയോടുകൂടെ ബഥനിയ ഗ്രാമത്തിലേക്ക് മടങ്ങി എന്നാണ് സുവിശേഷത്തിന്റെ വിവരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ രാത്രി മുഴുവനും ശിഷ്യന്മാരോടൊത്ത് ജാഗരണ പ്രാർത്ഥനയിൽ മറ്റോ കഴിഞ്ഞുകൂടി ഇരിക്കാം. ഭക്ഷണം പോലും കഴിക്കാൻ ഇടവന്ന് കാണുകയില്ല എന്ന് വേണം കരുതാൻ. പിറ്റേ ദിവസം പ്രഭാതത്തിൽ തന്നെ യേശു തന്റെ ശിഷ്യന്മാരോടൊത്ത് തന്റെ പര്യടനത്തിന് പുറപ്പെടുകയാണ്. അതാണ് ഇന്നത്തെ സുവിശേഷം. സുവിശേഷകൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു, യേശുവിന് നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ശിഷ്യന്മാരുടെ കാര്യവും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കാരണം തലേന്ന് ഭക്ഷണം അവര് ഉപേക്ഷിച്ച് കാണണം. വലിയ യാത്രയും വലിയ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇതിന്റെ ക്ഷീണവും അവർക്കുണ്ടായി കാണണം. ഒരു വിധത്തിൽ പറഞ്ഞാൽ ക്ഷീണിതനായിട്ടുള്ള യേശുവും കൂട്ടുകാരും ശിഷ്യന്മാരും യാത്രാമധ്യേ ഒരു അത്തിമരം കാണാനിടവരുന്നു. ഇല തൂർന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അത്തിമരം. അത്തിമരത്തിന്റെ പ്രകൃതി അനുസരിച്ച് വൃക്ഷത്തിൽ ഇലകൾ ഇടതൂർന്ന് നിൽക്കുമ്പോൾ ഫലങ്ങൾ സമൃദ്ധമായിട്ട് അതിലുണ്ടാകും. ഈ ഒരു ചിന്തയായിരിക്കാം യേശുവും ശിഷ്യന്മാരും ആ അത്തിമരത്തെ സമീപിച്ചത്. പ്രകൃതിയിലെ വിഭവങ്ങൾ എല്ലാം തന്നെ സജ്ജമാക്കിയിരിക്കുന്ന മനുഷ്യന് വേണ്ടിയാണ് എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിലും കൂടി ആകാം യേശു ആ സമയത്ത് വിശന്നിരിക്കെ ആ അത്തിമരത്തിൽ നിന്ന് ഫലങ്ങൾ അന്വേഷിച്ച് അത്തിമരത്തിന്റെ കടക്കിൽ ചെല്ലുന്നത്. ഫലങ്ങൾ യഥാർത്ഥത്തിൽ അത്തിമരത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഉണ്ടാകേണ്ടതാണ്. കാരണം ഇല തൂർന്നു നിൽക്കുന്ന വൃക്ഷമായതുകൊണ്ട് കായ്കനികളും അതിൽ ധാരാളം ഉണ്ടാകണം. പക്ഷേ വിപരീതമായിട്ട്, പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് അതിൽ ഇലകളല്ലാതെ ഫലങ്ങളൊന്നും കണ്ടില്ല യേശു. യഥാർത്ഥത്തിൽ മരം തനിച്ചു തന്നെ അവകാശപ്പെടാൻ ഇടവരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇലകൾ തിങ്ങി നിൽക്കുമ്പോൾ ഫലങ്ങൾ ഉണ്ടാകാൻ ഇടവരിക എന്നുള്ളത്. അവകാശപ്പെടുന്നത് ആയിരിക്കാൻ ഇടവരാത്ത ഒരു സ്ഥിതിവിശേഷം ആ മരത്തിൽ യേശു കണ്ടു. പ്രത്യക്ഷത്തിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ട അത്തിമരം ഫലങ്ങളൊന്നുമില്ലാതെ ഇലകൾ മാത്രം നിൽക്കുന്നു കണ്ടപ്പോ അതിൻ്റെതായിട്ടുള്ള അസ്തിത്വത്തിന്റെ ഫലപ്രാപ്തി അത് കാണാത്തതിന്റെ അടിസ്ഥാനത്തിലും കൂടി യേശുവിന് വളരെ നീരസം തന്നെ തോന്നി എന്ന് വേണമെങ്കിൽ പറയാം. യേശു ആ അത്തിമരത്തിന് നിലനിൽക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുന്നു. ആ അത്തിമരം ക്രമേണ ഉണങ്ങിപ്പോയി. ഇവിടെയാണ് യേശു ഒരു വലിയ ചിന്ത നമ്മുടെ മുമ്പിലേക്ക് എറിഞ്ഞു തരുന്നത്. ഇവിടെ അത്തിമരത്തും വിശപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അത്തിമരത്തെ ഉണക്കാനിടവന്നു എന്നുള്ളത് പ്രത്യക്ഷത്തിൽ സംഭവിച്ചതാണ് എന്ന് ഒരിക്കലും അതിൽ നിന്ന് ഉണ്ടാകുന്ന സന്ദേശമാണ് ഇവിടെ കൂടുതൽ പ്രസക്തമായി ഇരിക്കുന്നത് എന്ന് വേണം വിചാരിക്കാൻ. അതിലാണ് സുവിശേഷ സത്യങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടത്. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ മക്കളാണ് എന്ന നിലയ്ക്ക് മക്കൾക്കടുത്ത ഫലങ്ങള് ജീവിതത്തിൽ നിന്ന് ഉണ്ടാകാൻ ഇടവരേണ്ടതാണ്.
ഓരോരുത്തരെയും ജീവിതത്തിൽ നിന്ന് ഉണ്ടാകാൻ ഇടവരേണ്ട ഫലങ്ങൾക്കനുസരിച്ച് ആ ജീവിതത്തിൽ അത്തരം ഫലങ്ങൾ കാണാതെ വരുമ്പോ ആ ജീവിതം അതിനാൽ തന്നെ നാശത്തിലേക്ക് കൂപ്പുകുത്താൻ ഇടവരും എന്നുള്ളതാണ് സുവിശേഷത്തിലെ സന്ദേശമായിട്ട് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതോടുകൂടെ സുവിശേഷകനായ വിശുദ്ധ മർക്കോസ് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നു, അത് അത്തിപ്പഴം ഉണ്ടാകുന്ന കാലം അല്ലായിരുന്നു എന്ന്. നിഗൂഢമായിട്ടുള്ള ആഴത്തിലുള്ള പല സത്യങ്ങളും അത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങള് ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്ന വലിയൊരു ഉത്തരവാദിത്വവും മനുഷ്യനെ ഏൽപ്പിച്ചുകൊണ്ടായിരിക്കണം ആ ഒരു വാചകം വിശുദ്ധ മർക്കോസ് നമുക്കായിട്ട് വെളിപ്പെടുത്തുന്നത്. അത് നാം ഏറ്റെടുത്ത് അതിന്റെ ആഴത്തിൽ ഒളിച്ചു വച്ചിരിക്കുന്ന സത്യങ്ങൾ കണ്ടുപിടിക്കാനും ഇടവരണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ സ്ഥിതിവിശേഷത്തിന് അനുസൃതമായ രീതിയിലുള്ള ഫലങ്ങൾ നമ്മിൽ നിന്നുണ്ടാകാൻ ഇടവരുന്നില്ലെങ്കിൽ ഈ അത്തിമരത്തിന് സംഭവിച്ചതുപോലെ തന്നെ നമുക്കും സംഭവിക്കാൻ ഇടവരും എന്നുള്ള സുവിശേഷത്തിൻ്റെതായിട്ടുള്ള സന്ദേശം നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കാം.